ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ഫേസിലെ അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്താലോ. അൺവാണ്ടഡ് ഹെയർസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ ലിപ്പിൽ ഉണ്ടാവുന്ന ഹെയർസ്, പിന്നെ ചീക്കിന്റെ ഏരിയാസിൽ, പിന്നെ പിരികം നമുക്ക് ത്രെഡ് ചെയ്യാം. ഫോർഹെഡിൽ ഉണ്ടാവും ഹെയർസ്. ഈ ഹെയർസ് നമ്മൾ മെയിനായിട്ടും റിമൂവ് ചെയ്യുന്നത് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യും, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടിരിക്കുന്ന ഹെയർസ് നമ്മൾ കളയുന്നത്. ഈസി ആയിട്ട് ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേസ് റേസേഴ്സ് ആണ്. ഇതുപോലൊരു ഫേസ് റേസർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 30 രൂപയൊക്കെ ഉള്ളു ഇതിന്. അപ്പം ഇത് വെച്ചാണ് ഞാൻ ഇന്ന് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണേ. വെറ്റായിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ ഇങ്ങനെ ഫേസ് റേസേഴ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്. ഇതൊരു ബ്ലേഡ് ആണല്ലോ, അന്നപ്പം അലർജി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ്, അതായത് നനഞ്ഞ മുഖത്തേക്ക് തന്നെ അലോവേര ജെൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആ ഏരിയ ഒന്ന് നമ്മളതായത് ഇപ്പം ഫേസ് റേസർ ഉപയോഗിക്കുന്ന ഏരിയ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് വിടുക. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതിയേ. ആ ഏരിയ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നപ്പം നമുക്ക് വേദനയൊന്നും എടുക്കത്തില്ല, മുറിയത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ഫേസ് റേസേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു പിടിക്കണം. സ്കിന്നിന് മുകളിലേക്ക് കുറച്ചിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം. താഴേക്കാണ് ഞാനിപ്പം ഇത് ഈ വീഡിയോയിൽ കാണത്തില്ല, അതുപോലെ താഴേക്കാണ് ഞാനിതിങ്ങനെ റേസർ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് നമ്മുടെ രോമം, അതായത് ആ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് അല്ല, ഹെയറിൻ്റെ വശത്തേക്ക് തന്നെയാണ് ഞാനിപ്പോൾ റേസേഴ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ സ്കിന്ന് നല്ലപോലെ വലിച്ചു പിടിച്ചത് കുറച്ച് ടൈറ്റായിട്ട് സ്കിന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് നല്ലപോലെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് മുറിയാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നല്ലപോലെ ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് റേസർ ഉപയോഗിച്ച് ഹെയർസ് റിമൂവ് ചെയ്യാനായിട്ട്. ഈ റേസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് ബ്ലേഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു അശ്രദ്ധ മതി. കറണ്ട് പോയി. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. കറണ്ട് വന്നു. ഈ മഴ ആയതുകൊണ്ടാണ് പെട്ടെന്ന് കറണ്ട് പോകാൻ വരികയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഓരോ തവണ, അതായത് കുറച്ച് ഏരിയ എടുത്ത് കഴിയുമ്പം വീണ്ടും അടുത്ത ഏരിയയിലേക്ക് വരുമ്പം വീണ്ടും അവിടെ ഇതുപോലെ അലോവേര ജെല്ലോ, അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും തേക്കാം കേട്ടോ. ഞാൻ അലോവേര ജെല്ലാണ് ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ അലോവേര ജെല്ല് അവിടെ തേച്ച് ഒന്ന് സോഫ്റ്റൻ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇതുപോലെ റേസർ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അടുത്ത സൈഡ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കൈവച്ച് മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് കൃതാവ് എടുക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ആ വശം ഒന്ന് കൈവച്ചൊന്ന് കവർ ചെയ്ത് വെക്കുവേ. അല്ലെങ്കിൽ കൃതാവും കൂടെ ചേർത്ത് എടുത്ത് കഴിയുമ്പം ഒട്ടും ഹെയർ ഇല്ലാത്ത പോലെ എന്തോ ഒരു അപാകത എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൃതാവ് കളയത്തില്ല, ആ സൈഡൊന്ന് ഇങ്ങനെ കൈവച്ച് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് പിടിച്ചിട്ടാണ് ബാക്കി താഴേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് കൃതാവ് എടുക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എനിക്കത് എന്തോ മുഖത്തിനപ്പോൾ ഷേപ്പ് വ്യത്യാസം പോലെ തോന്നും, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇങ്ങനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ ആ ഏരിയനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട, അതാണ് നല്ലത്. എനിക്കിപ്പം ഫേസിൽ കുരുവൊന്നുമില്ല, നേരത്തെ കുരു വന്നു പോയ പാടാണ് കേട്ടോ അതൊക്കെ. നെറ്റിയിലും അതുപോലെ തന്നെ. ഇപ്പം ഞാൻ നെറ്റിയിലെ രോമം എടുക്കുമ്പം എനിക്ക് ഒത്തിരി മുകളിലേക്ക് ചേർത്തെടുക്കുന്ന ഇഷ്ടമില്ല, കുറച്ച് നെറ്റിയിൽ അങ്ങനെ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം ഒരു ഇത് വെച്ച് അങ്ങ് കവർ ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ താഴേക്ക് എടുക്കുകയുള്ളൂ. എനിക്ക് ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട് ഒരു ഏരിയയിലൊക്കെ, അതൊന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ നമ്മുടെ ഈ പിരികത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്തെ ഒക്കെയാണ് കാര്യമായിട്ട് എടുക്കാറുള്ളത്. അതിന് കുറച്ച് മുകളിലേക്ക് ആക്കി എടുക്കാറില്ല. ഇനി അടുത്തത് നമുക്ക് പിരികം ത്രെഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാർലറിൽ പോയി എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ട് ഇങ്ങനെ ഞാൻ തന്നെ എടുക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതുപോലെ റേസർ വെച്ച് എടുക്കുന്നത്. പിരികം എടുക്കാനും നിങ്ങൾക്ക് നന്നായിട്ട് വശമായെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പാളിപ്പോകും. ഇപ്പോൾ ഫേസിലെ പോലല്ല, നമുക്ക് ഫേസിലധികം രോമം ഇല്ല, അതറിയത്തില്ല. നമുക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് എടുക്കാതെ വിട്ടാലും അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ. പക്ഷേ പിരികം അങ്ങനെയല്ല, നമുക്ക് പിരികത്തിൻ്റെ ഷേപ്പൊക്കെ
മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കുറച്ചൊക്കെ നിങ്ങൾ എടുത്ത് ചെറുതായിട്ട് എടുത്തൊക്കെ പഠിച്ചിട്ട് മതി പിരികത്തിലേക്കൊക്കെ കൈവയ്ക്കുന്നത്. ഞാനൊക്കെ കുറച്ച് നാൾ മുന്നേ തൊട്ടിങ്ങനെ എടുക്കുന്നതായതുകൊണ്ടാണ് പിരികം ഇപ്പോൾ എടുക്കുന്നത്. ഈ താഴത്തെ ഹെയറാണ് കേട്ടോ ഞാൻ ആദ്യം റിമൂവ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ സൈഡിൽ നിന്ന് പതിയെ എടുത്ത് ആ ഒരു ഇതിലെടുക്കും. പിന്നെ അതിന് ശേഷം മുകൾ ഭാഗം കൂടെ ഇതുപോലെ എടുക്കും. ഓൾറെഡി നമുക്ക് എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ വളർന്നു നിൽക്കുന്ന ചെറിയ കുറ്റിയൊക്കെ ഉണ്ടാവില്ല, അതാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ വ്യത്യാസമൊന്നും വരാറില്ല. പിന്നെ ഓൾറെഡി നമുക്കിപ്പം നേരത്തെ എടുത്തതിൽ നിന്ന് അധികം താമസിക്കാതെ തന്നെ എടുത്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മുട്ടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. പിന്നെ സെൻറ്റർ ഭാഗവും ഇങ്ങനെ തന്നെ മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ പിരികം എടുക്കുമ്പോൾ അധികം ഞാൻ മുകളിലേക്ക് വലിച്ചു പിടിക്കില്ല കേട്ടോ. നമുക്കന്നേരം നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവത്തില്ല, പിരികത്തിൻ്റെ നമുക്കായിരിക്കുന്ന ഷേപ്പ് മനസ്സിലാവത്തില്ല. ഒരു ശകലം മുകളിലേക്ക് വലിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഐബ്രോസ് രണ്ടും എടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഒരു ഐബ്രോസ് സ്പൂളി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചീകി കൊടുക്കും. അതായത് രണ്ടും ഷേപ്പ് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കറിയാം ലെങ്ത് കൂടുതലുള്ള ഭാഗം. അത് ഇതുപോലെ ചെറിയൊരു സീസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാവേ. അത് മേളിലേക്ക് നല്ലപോലെ ചീകിയിട്ട് ഞാൻ ആ ഒരു ഭാഗമില്ല, തുടക്ക ഭാഗം, അവിടെ മാത്രമേ ഞാനിങ്ങനെ കട്ട് ചെയ്യുള്ളൂ, അല്ലാത്ത ഭാഗം കട്ട് ചെയ്യത്തില്ല. ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ലെങ്ത് മേളിലേക്ക് നിൽക്കുന്നത് ഇതുപോലെ ഒന്ന് ചീകി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം കുഴപ്പമില്ലാതെ ഒരേപോലെ ഇരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് നമ്മൾ ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ അലോവേര ജെല്ല് തേച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുവേ. ഇതിപ്പം ഞാൻ ഈ വീഡിയോ സ്പീഡിലിട്ടേക്കുന്നതാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ പതിയെ ചെയ്യണേ, അത്രയും സ്പീഡിൽ ചെയ്യണ്ട. ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും. ആ ഏരിയയിൽ വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആ ഏരിയ, അതായത് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എന്തായാലും ഇത് ബ്ലേഡും കൂടെ ആയതുകൊണ്ട് ആ ഏരിയ കുറച്ച് റഫായിരിക്കും. അന്നേരം നമ്മളിതുപോലെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ട് പതിയെ ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റനാവും. പ്രത്യേകിച്ച് ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണ്, ഇത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഫേസ് മസാജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് റേസേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യുക, ത്രെഡ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.